ട്രാവൽ വ്ലോഗ് വീഡിയോകളിലൂടെ സൈബറിടത്തിൽ നിറസാന്നിധ്യമാണ് അരുണിമ. ഇതുവഴി ഇവർക്ക് നിരവധി ആരാധകരുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ അമേരിക്കയിൽ നിന്നും ജോർജ് എന്ന സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊച്ചുമകൾ ഇറക്കി വിട്ടു എന്നൊരു വീഡിയോ വന്നിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? ശരിയാണ്, ഈ ട്രാവൽ വ്ളോഗേഴ്സിനെയൊക്കെ നമ്മൾ എപ്പോഴും ചിലവരെയൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. കാരണം ഈ അരുണിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇവർ 41 രാജ്യങ്ങൾ സന്ദർശിച്ചു. അത് വളരെ കുറഞ്ഞ ചെലവിൽ എങ്ങനെ രാജ്യങ്ങൾ സന്ദർശിക്കാം എന്നാണ് ഇവരുടെ വ്ളോഗിലൂടെ ആളുകളെ അറിയിക്കുന്നത്. അങ്ങനെ പ്രചോദനം ഉൾക്കൊണ്ട് നിരവധി പേർ കുറഞ്ഞ ചിലവിലൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ കാണാൻ പോയി. നമുക്കിപ്പോൾ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എന്തോ കിട്ടാക്കരി പോലെയാണ്. എങ്ങനെ പോകണം, എങ്ങനെ എത്തണമെന്നൊന്നും നമുക്കിപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവരൊക്കെ 25-26 വയസ്സുള്ള പെൺകുട്ടികളാണ്. ഒറ്റയ്ക്ക് ലോകം ചുറ്റുന്നു. ഇപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞാൽ തന്നെ വീട് വിട്ട് വെളിയിലിറങ്ങാൻ ഭയക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇവർക്കിടയിലാണ് ഇവരൊക്കെ താരമായി മാറുന്നത് എന്നുള്ളതാണ്. പല ട്രാവൽ വ്ളോഗേഴ്സും അങ്ങനെ തന്നെയാണ്. പല ക്ഷേത്രങ്ങൾ, ഇപ്പോൾ തഞ്ചാവൂരിൻ്റെയൊക്കെ വ്ളോഗ് ചെയ്ത അവരെ കണ്ടിട്ടാണ് എനിക്ക് തഞ്ചാവൂർ ക്ഷേത്രം കാണണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ വന്നു. അങ്ങനെ പല ആളുകളും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇവർക്ക് പോകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്ക് പൊക്കൂടാ എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ആഗ്രഹം. പിന്നെ വിനു ട്രാവലൊക്കെ ചെയ്യുന്ന ആളല്ലേ. ഞാൻ എത്ര വർഷം കൊണ്ട് പോണ്ടിച്ചേരി കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒരു 10 വർഷത്തിന് മേളിലായി ഒറ്റയ്ക്കൊരു പോണ്ടിച്ചേരി യാത്ര പോകണമെന്ന് ആഗ്രഹിച്ചിട്ട്. പക്ഷെ ഇന്ന് വരെ എനിക്ക് ഒറ്റയ്ക്കൊരു യാത്ര ഈ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോകും, തിരുവനന്തപുരത്ത് കൊച്ചി, ഇതിനപ്പുറം ഒറ്റയ്ക്കൊരു യാത്ര ഇന്ന് വരെ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയൊക്കെയാണ് ഇവരൊക്കെ നമ്മളെ ഭയങ്കരമായി നമുക്ക് പ്രചോദനം തരുന്നതും ഇങ്ങനെയൊക്കെ നമുക്ക് പോവാം. 10-25-26 വയസ്സായ പെൺകുട്ടികൾക്കൊക്കെ യാത്ര ചെയ്തിട്ട് അവരൊക്കെ സുരക്ഷിതരായി തിരിച്ചു വരുമ്പോൾ നമുക്കെന്താ പൊക്കൂടാന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇവരൊക്കെ പലപ്പോഴും ഔദാര്യത്തിലൂടെയാണ്. ഔദാര്യം എന്ന വാക്ക് പറയാനുള്ള കാരണം ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഈ യാത്ര ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലുള്ള പലരുമായി ഇവർ സൗഹൃദം സ്ഥാപിക്കും. അപ്പോൾ അവരുടെയൊക്കെ ദയയിലും കാരുണ്യയിലും അവർ പറയും നിങ്ങൾ വീട്ടിൽ വന്ന് താമസിച്ചോ, 4-5 ദിവസം വീട്ടിൽ വന്ന് താമസിച്ചോ, അപ്പോൾ ഫ്രീ ആയിട്ട് അവിടെ സൗകര്യം. താമസത്തിലാണല്ലോ എല്ലാ രാജ്യത്തും ഭയങ്കര പൈസ. ഇവർ വന്ന് താമസിക്കുമ്പോൾ ഇപ്പോൾ ഈ അരുണിമ രാത്രി ഒരു 12 മണിയൊക്കെ അപ്പോൾ ഒരു വ്ളോഗ് ഇട്ടു. പിന്നെ അത് നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. അത് ഒരുപാട് പേര് കണ്ട് വൈറലായതാണ്. പിന്നെ ഒരാൾ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ വന്നത്. അയാളുമായിട്ട് എനിക്ക് 4-5 വർഷത്തെ പരിചയമുണ്ട്. 70 വയസ്സായ ജോർജ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ വീട്ടിൽ ഞാൻ വന്നു. പക്ഷെ എന്നെ രാത്രി അയാളുടെ കൊച്ചുമക്കൾ അടക്കം ഇറക്കി വിട്ടു. ഞാനിനി എങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു, അമേരിക്കയിലാണെങ്കിലും രാത്രി ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? രാത്രിയല്ലേ, ഈ പെൺകുട്ടി എവിടെ പോയിരിക്കും? കൂടുതൽ സ്ഥലങ്ങളൊന്നും ഇവർക്ക് നമ്മളെ നാട് പോലെ അറിയണമെന്നില്ല. അപ്പോൾ ഒരു ഹോട്ടൽ റൂം എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ആശങ്ക എല്ലാവർക്കും, അവരുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകും. അത്തരം ആശങ്ക നമുക്കും ഉണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊന്നും അറിയാൻ കഴിയില്ല. പിന്നീടാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ, അദ്ദേഹം ഉൾപ്പെടെ ഇത് പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ 4 വർഷമായി ഈ പെൺകുട്ടി ഈ ജോർജുമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ട്. അപ്പോൾ അമേരിക്കയിലൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി. ഫുഡും ഒക്കെ അവിടെ നിന്നായിരുന്നു. അദ്ദേഹം അവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് താമസിച്ചു. അദ്ദേഹത്തിന് 20-22 വയസ്സൊക്കെ ഉള്ള കൊച്ചുമക്കളുണ്ട്. അപ്പോൾ ഈ 4 ദിവസം അവിടെ താമസിച്ചു. 5-ാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു നാളെ കൊച്ചുമക്കളുടെ കൂട്ടുകാർ കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കൂടി ഇവിടെ താമസ സൗകര്യം പറ്റത്തില്ല, ഒരുപാട് ആളായി. ഇപ്പോൾ നാളെ വേറെ എവിടെയെങ്കിലും അക്കോമഡേഷൻ നോക്കിക്കോ എന്ന് വളരെ മാന്യമായി അദ്ദേഹം പറഞ്ഞു. ഇത് അപ്പോൾ ഈ പെൺകുട്ടി ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ പോകത്തൊന്നുമില്ല, പിന്നെ എന്നെ അങ്ങനെ ഇറക്കി വിടാമെന്നത് നിങ്ങൾക്ക് കഴിയില്ല. ഈ 4 ദിവസവും ഫ്രീ ആയിട്ട് ഈ വീട്ടിൽ നിന്ന് ആഹാരവും ഫ്രീ ആയിട്ട് ഈ വീട്ടിൽ താമസിച്ച ആളാണ്. 5-ാം ദിവസം അദ്ദേഹം പറയുന്നു ഇവിടെ എല്ലാവർക്കും കൂടി താമസിക്കാൻ പറ്റില്ല, നിങ്ങൾ മറ്റൊരു അക്കോമഡേഷൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ആളാവുകയാണ്. ഞാൻ ഇറങ്ങി പോകത്തില്ല അത്. എന്നിട്ട് അതിനെ യൂട്യൂബിലിട്ട് അങ്ങ് വൈറലാക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തെ അങ്ങ് നാണം കെടുത്തുകയാണ്. ഇതാണ് ലോകത്ത് ഒരിടത്ത് ഒരു മലയാളികളും എന്താ പറയുക, പിന്നെ സഹായിക്കാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, സഹായിച്ചവന് തന്നെ നാളെ പണി കിട്ടും. അതുകൊണ്ടാണ് ആരും ഒരിടത്തും എവിടെയെങ്കിലും ചെന്നാൽ മലയാളികളാണെങ്കിൽ ആ വഴി മറ്റൊരു മലയാളി തിരിഞ്ഞു നോക്കൂല എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഈ പെൺകുട്ടി തന്നിഷ്ടപ്രകാരം ഇറങ്ങി വന്നപ്പോൾ ഈ ജോർജ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട്, രാത്രി 12 മണിയാണ്, അരുണിമ ഒറ്റയ്ക്ക് ഇറങ്ങി പോകരുത് ഈ സമയത്ത്, നാളെ രാവിലെ ഒരു അക്കോമഡേഷനൊക്കെ കണ്ടുപിടിച്ചിട്ട് സമാധാനത്തിൽ പോയാൽ മതി, സഹായിക്കാം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, അക്കോമഡേഷൻ കണ്ടുപിടിക്കാനൊക്കെ സഹായിക്കാം, അരുണിമ ഈ രാത്രി ഇറങ്ങി പോകരുതെന്ന്. അതൊക്കെ ധിക്കരിച്ചുകൊണ്ട് രാത്രി 12 മണിക്ക് ഈ പെൺകുട്ടി ഇറങ്ങി
ഈ പെൺകുട്ടി അങ്ങ് നടന്ന് വ്ളോഗൊക്കെ ഇട്ട് ഇവരെ അങ്ങ് അപമാനിക്കുകയാണ്, സഹായിച്ചവരെ അപമാനിക്കുകയാണ്. ഇവർ ഇതിൽ പിന്നീട് പോലീസിൽ പരാതി നൽകി. പിന്നീട് ഈ അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലുള്ളവരാണ് മറ്റ് വ്ളോഗേഴ്സിനൂടെ ചീത്തപ്പേരുണ്ടാക്കുക. അതായത് ചെന്നൊരു കുടുംബം തൊലച്ചു, അവരെ വ്ളോഗ് ഇട്ട് അവരെ നാട്ടുകാരെ മൊത്തം അറിയിപ്പിച്ച് അവരെ കുടുംബം തൊലച്ച് നശിപ്പിച്ച് അവരെ നാണക്കേടുണ്ടാക്കിയ അങ്ങേരെ ഒന്ന് സഹായിക്കാൻ ശ്രമിച്ചതാണ്. ഒരു അപ്പൂപ്പന്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു പെൺകുട്ടി വന്നപ്പോൾ ലോകം മുഴുവൻ ചുറ്റുന്ന ഒരു പെൺകുട്ടിയല്ലേ, ഏകദേശം കുറച്ച് ദിവസം താമസിച്ചോട്ടെ, 4 ദിവസം ഒരു വീട്ടിൽ ഫ്രീ ആയിട്ട് ഉറങ്ങി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് അവർ നൽകുന്ന ഒരു ഔദാര്യമാണ്. അതിനെ മൊത്തത്തിൽ മാനിച്ചിട്ട് പറയുകയാണ് 12 മണിക്ക് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു വ്ളോഗ് എടുത്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യണം? സത്യത്തിൽ ഒരുപാട് പെൺകുട്ടികൾ യാത്ര പോകുന്നുണ്ട്, പലതും നമ്മൾ അറിയുന്നില്ല, ചിലത് ഇതുപോലെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. യാത്ര പോയി ചില സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും, ചില സ്ഥലങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും. എന്ത് മാന്യമായി യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന വ്ളോഗേഴ്സ് ഉണ്ട്, നമുക്ക് അവരെ അറിയാം, അവരെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഒരുപാട് ഇവിടെ പോയാൽ നിങ്ങൾ ഏത് ഹോട്ടലിൽ താമസിക്കണം, ഏത് സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങണം, ഏത് സ്ഥലത്തുള്ള ആളുകളുമായി നിങ്ങൾ കുറച്ച് കൂടുതൽ, ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, ഇങ്ങനെയൊക്കെ പറയുന്ന, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല, നല്ല വ്ളോഗേഴ്സ് ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലാണ് ഇതുപോലത്തെ ഒരെണ്ണം മതി. ഇപ്പോൾ പറയുമല്ലോ, കുടുംബത്തില് 10 എണ്ണത്തിൽ ഒരെണ്ണം മതി നശിച്ച് ആ കുടുംബം മുഴുവൻ പോകാൻ എന്ന് പറയും പോലെ ഇതുപോലത്തെ ഒരെണ്ണം മതി വ്ളോഗേഴ്സിന്റെ ഇടയിൽ, മൊത്തം വ്ളോഗേഴ്സിനും കൂടെ. ഈ അരുണിമയുടെ സ്ഥിരം ജോലി ഇത്തരത്തിൽ ഓരോ സ്ഥലങ്ങളിൽ സൗഹൃദം സ്ഥാപിക്കുക, അതിനുശേഷം അവരുടെ ചെലവിൽ അവിടേക്ക് പോവുക, അതുവഴി അവിടുത്തെ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി അതുവഴി ലഭിക്കുന്ന വരുമാനം വഴി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ട്രാവലൊക്കെ സ്പോൺസേഴ്സ് ഉണ്ടാവും അല്ലേ? ഈ പിന്നെ ഈ ചിലവർ ട്രാവലിന് പോകുമ്പോൾ ചാരിറ്റി എന്നുള്ള പേരിൽ പോകുന്നവരുണ്ട്, അത്തരത്തിൽ പോകുന്നവരുണ്ട്. ഈ സോണിയ മൽഹാർ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്, അവർ ഈ ഇത്തരത്തിൽ ചാരിറ്റി ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. അപ്പം അവർ പറയാറുണ്ട്, ഇങ്ങനെ അവിടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരുടെ ചിലവിൽ അവർ ടിക്കറ്റ് തരും, അവിടെ ചെന്ന് അവിടെ 10 ദിവസം താമസിക്കാനുള്ള അവരുടെ അക്കോമഡേഷനും ഫുഡും ഒക്കെ അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതുണ്ട്. അത്തരത്തിലും പലരും പോകുന്നുണ്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഈ വ്ളോഗർമാർക്കും ഇത്തരത്തിൽ സ്പോൺസേഴ്സ് ഉണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം വ്ളോഗറിൻ്റെ പേര് ഫേമസ് വ്ളോഗറാണ്, അദ്ദേഹം പോകുമ്പോഴൊക്കെ ഈ ഒരു എന്ത് കിച്ചൺ എന്തോ ഒരു പേര് പറയും, അത് ഇതിലാക്കി കൊണ്ടുപോയാൽ നമുക്ക് അവിടെ ചെന്ന് തന്നെ ചൂടാക്കി തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇത് ഇരിക്കും, മീൻ കറി, കപ്പ, അവിയല്, മീൻ, അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇവർ സ്പോൺസർ ചെയ്യണോണ്ടായിരിക്കും ഇയാൾ ഇങ്ങനെ പോണതിന് മുമ്പേ അതിനെക്കുറിച്ച് നിങ്ങൾ ട്രാവലിന് പോകുമ്പോൾ ഇന്നത് കൊണ്ടുപോകും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പം ഇത്തരം സ്പോൺസേഴ്സൊക്കെ നിങ്ങൾ അതൊക്കെ കൊണ്ടുപോക്കും, അതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾക്ക് രാജ്യം കാണണമെങ്കിൽ ആരെങ്കിലും പണം തന്നാൽ നിങ്ങൾ ഫ്രീ ആയിട്ട് പോയി കണ്ടിട്ടോ. എടാ നമുക്കൊന്നും ആരും പണം തന്ന് പിന്നെ എന്താ പറയുക, നിങ്ങളൊന്നും പോയി കണ്ടിട്ട് വാന്നൊന്നും പറയാനില്ല. അതുകൊണ്ട് അതൊക്കെ ഓരോ ബിസിനസിന്റെ കൂടി ഭാഗമാണ്. അപ്പോൾ അതിലൊന്നും പോകുന്നതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ പലർക്കും ഇപ്പം മറ്റു രാജ്യങ്ങളിൽ പോകാൻ പറ്റാത്ത പല ആൾക്കാരുമുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാജ്യങ്ങൾ ഒന്ന് കാണാനും, അതായത് ഈ വീഡിയോകളിലൂടെ അവിടെ എന്തൊക്കെ പ്രത്യേകതകൾ അവിടുത്തെ ജീവിക്കുന്ന ക്യൂബയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ ക്യൂബയൊക്കെ കാണാൻ സാധിച്ചത് സുജിത് ഭക്തന്റെ വ്ളോഗിലൂടെയാണ്. ക്യൂബയെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അത് നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ടാണ്. നമ്മൾ ആ രാജ്യത്തൊന്നും പോയിട്ടില്ല. അതുപോലെ നേപ്പാളിലൊന്നും നമുക്ക് എനിക്കൊക്കെ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്നൊന്നും തോന്നണ അടക്കട കാര്യങ്ങളൊന്നും അല്ല. ഈ പോണ്ടിച്ചേരി പോകാൻ പറ്റാതെ ഞാനാണ്. അതൊക്കെ ഓരോരുത്തരെ എന്താ പറയുക കുറച്ച് അതെ അതിന്റെ ഭാഗമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഈ അരുണിമമാർ ഉണ്ടാകാതിരിക്കട്ടെ. നല്ല ആളുകളെ കൂടി 10 പറയിപ്പിക്കാനായിട്ടുള്ള ഇത്തരം വ്ളോഗേഴ്സിനെ പ്രൊമോട്ട് ചെയ്യരുത് നിങ്ങളായിരിക്കും.